കോഴിക്കോട് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള സമൂഹത്തിൽ RSS വരുത്തിയ പരിവർത്തനം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടക്കുന്നു. ക്ഷേത്രീയ സഹബൗദ്ധിക് ശിക്ഷൺ പ്രമുഖ് KP രാധാകൃഷ്ണൻ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക് രാഷ്ട്രത്തിന്റെ മൂല്യബോധത്തിന്റെയും സാംസ്കാരിക മൂല്യബോധത്തിന്റെയും ഒരു സംസ്കാരം, ആ സംസ്കാരത്തിൽ അന്തർലീനമായിട്ടുള്ള അതിൻ്റെ ചൈതന്യം, ആ ചൈതന്യത്തെ ജീവിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തെ സമൂഹമാക്കുന്ന തലമുറ, ആ തലമുറയിലെ ഭൗതിക യാഥാർത്ഥ്യമായ വ്യക്തി, അതുകൊണ്ട് വ്യക്തിയിൽ ആരംഭിക്കണം ഈ മൂല്യങ്ങൾ അനുഷ്ഠിക്കുന്ന മൂല്യങ്ങളെ ജീവിക്കുന്ന വ്യക്തികളെ സൃഷ്ടിക്കണം. അതുകൊണ്ട് ഇവിടെ നാം മറ്റൊരു സവിശേഷത കൂടി ഈ സംഘടനയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഈ സംഘം എന്നത് ഒരിക്കലും ഒരു മാസ് ഓർഗനൈസേഷൻ അല്ല. രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നുള്ളത് ഒരു ക്ലാസ് ഓർഗനൈസേഷനാണ്. ഒരിക്കലും അതൊരു ബഹുജന സംഘടനയല്ല. അത് ഒരു ചെറിയ ക്ലാസ്, ഈ ദേശീയ മനോഭാവവും സംസ്കാരവും മനോഭാവവുമുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്, അതിപ്പം നമ്മുടെ നാട്ടിൽ 140 കോടി ജനങ്ങളുണ്ട്. ഈ 140 കോടിയെയും ഒന്നും അങ്ങനെ ആക്കി തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല രാഷ്ട്രീയ സ്വയംസേവക സംഘം ആരംഭിച്ചത്. അതിനും ഒരു കാരണമുണ്ട്. അതിൻ്റെ കാരണം ഇപ്പോൾ ഏത് സംഘടനയിൽ നോക്കിയാലും നമുക്കറിയാം, എല്ലാ വ്യക്തികളും, ലോകത്തിലെ ബാക്കിയുള്ള എല്ലാവരും ഇതിൽ അംഗങ്ങൾ ആകണം അല്ല ഒരു സംഘടനയിൽ. ഇപ്പം സാധാരണ പറയാറുണ്ട്, ഒരു നാളവും വെളിച്ചവും എന്ന് പറയാറുണ്ട്. നാളം എന്ന് പറയുന്നത് ചെറുതാണ്, പക്ഷെ അതിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് വലിയൊരു പ്രഭാമണ്ഡലമാണ്. ഇതുപോലെ ഏത് സംഘടനയിലും കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ. അവര് നേരത്തെ പറഞ്ഞ ആ മാർഗമനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കും. ഈ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു രാജനൈതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്ര അംഗങ്ങളുണ്ട്? ഇവിടെ ഭരണം നടത്തുന്ന പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ എത്ര അംഗങ്ങളുണ്ട്? ഭാരതീയ ജനതാ പാർട്ടിക്ക്, അപ്പോൾ ഇതിപ്പോ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറയാം. എന്നാലും എത്ര, 10 കോടി അല്ലെങ്കിൽ 30 കോടി, 40 കോടി, 140 കോടി ഇല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് അംഗത്വം എത്രയാണോ, അവർ പ്രവർത്തിക്കേണ്ടത് മനുഷ്യനിർമ്മാണത്തിന് വേണ്ടിയല്ല. അവർ പ്രവർത്തിക്കേണ്ടതും ജനങ്ങളെ വോട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തുക. സ്വാഭാവികമാണ്. രാജനൈതിക രംഗത്ത് ആ പ്രവർത്തനമാണ് നടക്കേണ്ടത്. വോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സ്വാധീനിക്കാൻ, വോട്ട് ചെയ്യേണ്ടുന്ന വോട്ടറെ സ്വാധീനിക്കാൻ എല്ലാ മാർഗങ്ങളും, അതായത് ഈ രാഷ്ട്രം എന്ന് പറയുന്ന സാധനത്തെ തകർത്ത് അതിനെ വിഭജിച്ച് വേറെ കൊണ്ടുപോകണം എന്ന്, അത് നമുക്ക് ശരിയാക്കാം. പക്ഷെ ഞങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് ശരിയാക്കി തരാം. ഇവിടെ ഒരു വിഭാഗം ഞങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യം വേണം, ഭരണഘടനയല്ല പ്രശ്നം, ഭരണഘടനയിൽ അത് പറഞ്ഞിട്ടുണ്ടാവും, സംവരണം വേണം, അത് വേണം, ഇത് വേണം.